ഐറിസ് പദ്ധതിയിലൂടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയ വിളിച്ചോതുന്ന സംവിധാനമാണ് കോഴിക്കോട് റോഡിൽ നമ്മളിപ്പോൾ കാണുന്നത്. നിള ബേക്കറിക്ക് സമീപം റോഡരികിൽ വെള്ളവും ചളിയും തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. മാസങ്ങളായി ഇതിനൊരു പരിഹാരമില്ലാതെ കാൽനട യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും ബുദ്ധിമുട്ടുന്നു. കൂടെ സമീപവാസികളായ കട നടത്തുന്നവരും. ചളിയും വെള്ളവും മൂലം അതോടൊപ്പം തന്നെ കൊതുകുകളുടെ വളരുന്ന സാഹചര്യവും ഇവിടെയുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊട്ടുമുന്നിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനെ ചൊല്ലിയുള്ള ബോർഡുകളും ബാനറുകളും തൂക്കിയ മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് കീഴെയുള്ള പ്രദേശമാണിത്. കോഴിക്കോട് റോഡിൽ നമ്മുടെ നിള ബേക്കറിയോട് സമീപമായിട്ട് മഴവെള്ളവും അതോടൊപ്പം തന്നെ ചളിയും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ യാത്രക്കാർക്കും അതേപോലെ തന്നെ വ്യാപാരികൾക്കും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തില് കൊതുകുകളെ കൂത്താടികള് അതേപോലെ മാരകമായ രോഗങ്ങളൊക്കെ പടരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഐറിസ് പദ്ധതിയുടെ ഭാഗമായി വർക്ക് ചെയ്തപ്പോൾ ആ വർക്കിൽ ഉണ്ടായ ഒരു അശാസ്ത്രീയതയാണ് ഈ തരത്തിൽ ചളിവെള്ളവും ഇവിടെ കെട്ടിക്കിടക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പെട്ടെന്ന് ഇത് നീക്കം ചെയ്ത് അതോടൊപ്പം തന്നെ പിന്നീട് ഇതിവിടെ അടിഞ്ഞു കൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വിടാൻ പോയി നാളെ ആ കമ്പനി പിടിച്ചു. ഇത് മുനിസിപ്പാലിറ്റി ഫുള്ള് അനാസ്ഥയാണ്. ഇത് ഉടനെ നീക്കം ചെയ്യണം. നീക്കം ചെയ്താൽ ഒരുപാട് ആൾക്കാർ ഇതിൽ വീഴുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ ആയാലും എന്താ കഥ? എത്ര ദിവസം കൊതു എന്നറിയില്ലേ? മാലിന്യം അതല്ലേ പറഞ്ഞ ഈ കൊതു മുട്ടിട്ടിട്ട് ഈ ചളിയില് കൊതുക്കെ ആവൂലേ? അതിനെന്തെങ്കിലും ഉടനെ എന്തെങ്കിലും പരിഹാരം ചെയ്യാം. ഒരു കഴിവുകേടാണല്ലോ ഇപ്പൊ കണ്ടില്ലങ്ങള്. സ്കൂൾ കുട്ടികൾക്ക് നടക്കാൻ വയ്യ, യാത്രക്കാർക്ക് ആർക്കും നടക്കാൻ വയ്യ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരിക്കൽ കംപ്ലൈന്റ് ചെയ്താണ്. അന്ന് ആ പിന്നെ ക്ലീൻ ചെയ്യുന്ന സ്ത്രീകളൊന്ന് കുറെ ക്ലീൻ ചെയ്ത് ഇപ്പൊ നോക്കാനൊരു വണ്ടി നിർത്താനോ ആളുകൾ നടന്നു പോകാനോ ഒന്നും ചെയ്യണില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി എടുത്തു തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തൊട്ട് മുൻവശത്ത് തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തെ ചൊല്ലിയുള്ള വലിയ ബോർഡുകൾ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചെങ്കിലും തന്റെ മൂക്കിന് കീഴെയുള്ള ഈ മാലിന്യ പ്രശ്നം കാണാത്തത് അധികാരികളുടെ പിടിപ്പുകാടായേ കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്ത് ആളുകൾക്കുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. റീമാക്സ് ലൈവിന് വേണ്ടി സൈഫുദ്ദീൻ പാടം.